വെട്ടാൻ ഇനി ആദ്യം സഞ്ജയനെ വെട്ടാൻ ഒരു ത്യാഗമാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. സഞ്ജയ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. സഞ്ജയനെ നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതാണ്, ഞങ്ങളെല്ലാം ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഇനിയൊരു ഇവിടെ പാർട്ടിയില്ലേ നമ്മുടെ ഒരു നിർണായക ലക്ഷ്യമാണ്. നമ്മളെല്ലാം ലക്ഷ്യം കേരളത്തിലൊരു UDF സർക്കാരാണ്. നമ്മളായിട്ട് മനസ്സുകൊണ്ടോ ഒന്നുകൊണ്ടോ ഇത് നീ ചെയ്യുന്ന ത്യാഗത്തിൽ എനിക്ക് കൂടി എന്നാണ് പറയുന്നത്. ഇത്രയും ഞാനിപ്പം പറയുന്നുള്ളൂ. നീ ചെയ്യുന്ന ത്യാഗത്തിന് കൂടി കിട്ടും. അന്തസ്സായിട്ട് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുക, UDF നടത്തുക. അതിന്റെ ഭാഗം പാർട്ടി നോക്കും. ശ്രദ്ധിച്ചോ? വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇതിനോട് ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല, വാദിച്ച് ജയിക്കാനും പറ്റില്ല. എന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അതുകൊണ്ട് വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം എനിക്ക് പാർട്ടിക്ക് വേണ്ടി സഹായിക്കും. എന്റെ വിഷമം നമ്മൾ ഭാവിയിൽ തീർക്കും. എനിക്കങ്ങനെ ഒരു വിഷമം ഉണ്ടായത് ഞങ്ങൾ പരിഹരിക്കും. അതുകൊണ്ട് നിനക്ക് അന്നേരം മനസ്സിലാവും. നീ ഉദ്ദേശിക്കുന്ന കൂടുതൽ അഭിവൃദ്ധി. ഞാൻ നിന്നോട് വെറുതെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല, ഈ വാക്കാണ്. അതുകൊണ്ടാ പറഞ്ഞത്. എനിക്കറിയാം നീ അവിടുത്തെ ഒരു പാർട്ടിയുടെ അസറ്റ് ആണെങ്കിൽ നീ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്താണ്. അതുകൊണ്ടാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ വിളിപ്പിച്ചത്. ഒരു സംശയം വേണ്ട, എനിക്ക് ധൈര്യമായിട്ട് മുഴുവൻ ആളുകളും ജയിച്ചു. ഇപ്പൊ തൊട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇന്ന് ഞാൻ ജയിച്ചു. അതിനെല്ലാം പരിഹാരമുണ്ട്. ഞാൻ പറയുന്നത് നിന്റെ രാഷ്ട്രീയ നിലവാരത്തിനും അന്തസ്സിനും പ്രതീക്ഷിക്കും അനുസരിച്ച് പാർട്ടി നിന്നെ സഹായിക്കും, പാർട്ടി നിന്നെ ഉപയോഗിക്കും. നിനക്ക് തല ഉയർത്തി നടക്കാവുന്ന അന്തരീക്ഷം പാർട്ടിയുണ്ട്. ഇത് വാക്കാണ്. എന്റെ വാക്ക് വിശ്വസിക്കാനും ധൈര്യമായിട്ട് പോകും. ഞാൻ അവിടുത്തെ ഒരു സഞ്ജയ് കാണിന്റെ യഥാർത്ഥ മുഖം അങ്ങ് കാണിച്ചു കൊടുക്കണം. നീയാണ് പാർട്ടിക്കാരെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ.